ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയിലത്തെ വിശേഷമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, എല്ലായിടത്തും പെരുന്നാളുകൾ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എവിടെ നോക്കുമ്പോഴും വെടിക്കെട്ടും എന്താ പറയുക, ബലൂൺകാരും ആൾക്കാരും യാത്രകളും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാനും ചേച്ചിയുടെ വീട്ടിലേക്ക് പെരുന്നാൾക്ക് പോവാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ പോകണം എന്ന് പറഞ്ഞു. പക്ഷേ നേരത്തെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു 9:30 ആയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. രാവിലെ ഇപ്പം ഇന്ന് ഞായറാഴ്ചയല്ലേ, എല്ലാം കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ ജസ്റ്റ് കാപ്പി മാത്രം വെച്ചുള്ളൂ. കാരണം അവിടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡോൺ പറഞ്ഞു, മമ്മി റെഡി ആയിക്കോ, ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ പതിവുപടി നമ്മൾ എണീറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഒന്ന് വന്ന് ഫ്രണ്ടിലൊന്ന് നോക്കുക, പിന്നിൽ പോയി പട്ടികളെയൊക്കെ ഒന്ന് നോക്കുക. ഇതെനിക്ക് സ്ഥിരമുള്ളതാണ്. രാവിലെ വന്ന് ഒന്ന് നടയിലൊക്കെ നിങ്ങൾക്കറിയാം, തുറന്ന് നോക്കി കിച്ചൺ വരെ പോയി പിന്നിൽ പോയിട്ട് ഞാൻ അവരെയും കൂടി ഒന്ന് നോക്കും. അവരെ ഞാൻ രാത്രിയിൽ അടച്ചിട്ടാണ് കിടക്കുക, അതും കൂടി നോക്കിയിട്ടാണ് കിടക്കുക. അപ്പോൾ ഇന്നലെ കണ്ടില്ലേ നിങ്ങൾ, ഇത് മുഴുവൻ വലിച്ചു വാരി ഇട്ടിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒന്നും ഒതുക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡാഡിക്ക് വലിയ പണിയായിട്ടോ അത്. എന്നാലും പിന്നെ സാരമില്ല എന്ന് വിചാരിച്ച് ഡാഡി അത് ഒതുക്കാൻ നിന്നു. അപ്പോൾ ഡാഡി പറഞ്ഞു, താൻ പൊക്കോ, ഞാൻ പിന്നാലെ വന്നോളാം, ഞാൻ കുട്ടികളായിട്ട് സമാധാനത്തിൽ വരാം, താൻ ആദ്യം പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല. ജസ്റ്റ് ഡാഡി കട്ടകം വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഞാൻ എല്ലാവർക്കുള്ള കാപ്പി മാത്രം വെച്ചു. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ കാപ്പിപ്പൊടി കൊണ്ടുവന്നിട്ട് ഞാൻ കുട്ടികൾക്ക് അത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അത് ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ കോഫി വെച്ച്. സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ കോഫി. നല്ല എന്താ പറയുക, ഞാൻ പുറമേന്ന് അപ്പച്ചൻ വരുമ്പോൾ കൊണ്ടുവന്നിട്ട് പിന്നെ പലയിടത്തും പുറമേന്ന് കൊണ്ടിരുന്ന കാപ്പിയാണ് ഞാൻ ഇങ്ങനെ ഈ ഫ്ലേവറിൽ കുറിച്ച്. ഇതും പുറത്തത്തെ തന്നെയാണ്. അപ്പോൾ ഇപ്പം എല്ലായിടത്തും കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ നെസ്റ്റോയിലായാലും ലുലുവിലായാലും ഇപ്പോൾ ഏത് സൂപ്പർ മാർക്കറ്റിലും പുറത്തുനിന്ന് വരുന്ന കാപ്പിപ്പൊടികളും കാര്യങ്ങളും എല്ലാ ബ്രാൻഡും കിട്ടുന്നുണ്ട്. വില കുറച്ച് കൂടുന്നു മാത്രം. അങ്ങനെ ഞാൻ അതേ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിത് ഇറങ്ങുകയാണ്. അപ്പോൾ അതേ തോമു ഇതിൽ നിൽക്കുകയാണ്. ഞാൻ പറയാമായിരുന്നു സ്ഥാനാർത്ഥി തോമു എന്ന് പറഞ്ഞിട്ട് നിൽക്കാമായിരുന്നു. അപ്പോൾ അതേ ചാക്കോച്ചനും ഉണ്ട് എന്നെ കൊണ്ടാക്കാനായിട്ടിട്ടാണ്. പക്ഷെ അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ചാക്കോച്ചൻ എൻ്റെ കൂടെ അങ്ങോട്ട് പോന്നു, തോമു മടങ്ങി. അങ്ങനെ അവിടെ ഐസ്ക്രീം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം വാങ്ങി വെച്ചിട്ടുണ്ട്, സിപ്പപ്പ് വാങ്ങി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത് മറന്നു. പക്ഷേ തോമു അത് ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടെന്ന് അക്കീരോടിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതെന്തെന്ന് പ്രത്യേകിച്ച് ഇന്ന് അക്കീരോടിക്ക് പോരാനായിട്ട് പറയണേന്ന്. നോക്കിയപ്പോൾ വേറെ ഒന്നുമല്ല, അവിടെ സിപ്പപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, തൊട്ടടുത്താണ് അക്കിയുടെ വീടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ടൂ വീലറിൽ പോകാമെന്ന് പറഞ്ഞാലും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല ഇപ്പോൾ ടൂ വീലറിൽ ഇരിക്കാനായിട്ട്. എനിക്ക് വല്ല തലചുറ്റി വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കും ഡാഡിക്കൊക്കെ അതൊരു പണിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ കാറിൽ തന്നെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. വളരെ കുറച്ച് വഴിയുള്ളൂ കേട്ടോ. പക്ഷേ ആ ഒരു ഇറക്കമുണ്ട്, അതും തിരിച്ചു വരുമ്പോൾ ഒരു കയറ്റമാണല്ലോ. അപ്പോൾ അത് എനിക്ക് എന്തോ ഒരു പേടി പോലെയാണ്. അപ്പോൾ എൻ്റെ നല്ല പ്രായത്തിൽ ഞാൻ വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടിയിട്ടുള്ള ആളാട്ടോ ടൂ വീലറിന്. അതൊക്കെ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. അപ്പോൾ കുറേ പേര് എന്നോട് അക്കിയുടെ വീട് കാണിച്ചോളൂ, ഹോം ടൂർ കാണിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷേ അതിനുള്ളത് സാഹചര്യം എനിക്ക് ഉണ്ടായില്ല. പക്ഷേ ഞാൻ പറ്റാവുന്ന കെയറിനോട് കൂടി അപ്പോൾ അക്കി കുളിക്കുകയായിരുന്നു. കുളി കഴിഞ്ഞ് വരുമ്പോൾ അത് ചേച്ചിക്കൊരു വലിയൊരു പണിയാട്ടോ അത്. കാരണം ഞാൻ സമാധാനത്തിലാണ് കയറിയത്. അപ്പോൾ ഇത് ഞാൻ കാണിക്കാൻ കാരണം ഇത് ശരിക്കും സ്റ്റിക്കറാണ്. അപ്പോൾ ചേച്ചിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും ചുമരുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ടാണ് ചേച്ചി ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേച്ചി എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടോ, ഇതിൻ്റെ അടിയിൽ കണ്ടോ സ്റ്റിക്കർ ഒട്ടിച്ചേക്കണുണ്ട്. ഇത് മുഴുവൻ ചേച്ചി സ്റ്റിക്കർ കൊണ്ടുള്ള പണികളാണ് കേട്ടോ. ഓൺലൈൻ്റെ ആളാണ് മൂപ്പര്. അപ്പോൾ സ്റ്റിക്കർ ഓരോ സ്വിച്ച് ബോർഡിൻ്റെ അടിയിൽ ഒട്ടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിയാണ് ആ ചെയ്യുന്നത്. കാരണം ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടാണ് ചേച്ചി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇനി അവിടെ ഒരു അഴുക്കാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ടറാക്കോട്ടകളും കാര്യങ്ങളാണ്. ഇതൊക്കെ സോളാറിൻ്റെ ലൈറ്റ് എല്ലാ ഭാഗവും മൂപ്പര് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വീൽ ചെയറും ഇരുന്നിട്ടായാൽ പോലും ഓരോ ഭാഗവും പോൾസേട്ടനെ കൊണ്ടും ചേച്ചിയെ കൊണ്ടും ഇങ്ങനെ ഒതുക്കി വെച്ച് പറ്റാവുന്ന പോലെ ഒക്കെ മൂപ്പര് ചെയ്യും. ഇത് ഒരു സൈഡാണ് കേട്ടോ. അപ്പോൾ മീനുണ്ട്, എല്ലാതും ഉണ്ട്. ഇവിടത്തെയാണ് ഞാൻ ചട്ടികളൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ ഞാൻ തിരിച്ചിങ്ങടനെ കൊണ്ടുവന്നില്ല, അത് പള്ളിയിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ പിന്നീട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇതാണ് ചേച്ചിയുടെ ഫ്രണ്ട്. 2 ഗേറ്റാണുള്ളത്. അപ്പോൾ സാധാരണ വലിയ ഗേറ്റ് തുറന്നിടാറില്ല, ചെറുത് മാത്രമാണ്. ചെറുതാണ് ശരിക്കും വാതിലിൻ്റെ മുന്നിലേക്കുള്ളത്. അപ്പോൾ അത് തുറന്നാൽ ആരെങ്കിലും വന്നാലും പോയാലും കാണാം. അപ്പോൾ പോൾസേട്ടൻ സഞ്ചിയും കൊണ്ട് ഫസ്റ്റ് പർച്ചേസിങ്ങിന് പോവുക. എന്തൊട്ട് വാങ്ങിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ഇവിടെ ഒരു ആപ്പിൾ ബേക്കറി ഉണ്ട്, അവിടെ നിന്നാണ് എല്ലാ സാധനങ്ങളും വാങ്ങിക്കുക കേട്ടോ. നല്ല സാധനങ്ങളാണ്. ഇന്നിപ്പോൾ കട്ട്ലറ്റൊക്കെ അവിടെ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റിക്കർ. അപ്പോൾ സ്റ്റിക്കറും പിന്നെ നല്ല കുറേ സ്ഥലത്തുണ്ട്, ഞാൻ ഓരോന്നും വിശദമായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിക്കും എന്താ പറയുക,
വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഇത് എല്ലാവരും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അത്. അത്രയും ഓരോ ഭാഗവും അവിടെ ഇരുന്നും കൊണ്ട് നോക്കി ചെയ്ത് നിൽക്കുന്ന, ഇപ്പോൾ ആരോഗ്യമുള്ളവർക്ക് പോലും ഒതുക്കി വെക്കാനായിട്ട് നേരമില്ല, അതിനുള്ള മനസ്സുമില്ല. പക്ഷേ ചേച്ചി എങ്ങനെയാ വെച്ചാൽ ഞാനും ചേച്ചിയും പണ്ട് തൊട്ടേ ഇങ്ങനെയാണ്, ഒരേ മുക്കും മൂലം ഒതുക്കുക ഞങ്ങളുടെ മെയിൻ പണി ഇത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ചാക്കോച്ചൻ ചേച്ചിയെ കണ്ടപ്പോൾ ഓടിപ്പോയി. മൂപ്പര് വസന്തേച്ചിയുടെ കയ്യിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇന്ന് നിസ്സാരം ഉച്ചയ്ക്ക് ഞാൻ ചോറ് എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കഴിച്ചില്ല, വസന്തേച്ചിയുടെ കയ്യിൽ നിന്നാണ് വാങ്ങി കഴിച്ചത്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ചേച്ചിയുടെ ഇത് പ്രകാരം കംപ്ലീറ്റ് പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും ഈ ബാത്റൂം എടുക്കാൻ കാരണം ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടല്ല എടുത്തത്. ചേച്ചിയുടെ കുറേ സാമഗ്രികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. എന്താ പറയുക വാക്കറ്, പിന്നെ ക്ലോസ്, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷേ അത് ചേച്ചി മാറ്റി വെച്ചേക്കായിരുന്നു. ഇന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ അത് ബാത്റൂമിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് ചേച്ചി അത് മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ ആളിതാ മറ്റേ ചെയറിൽ നിന്ന് ഈ ചെയറിലേക്ക് മാറി, ബാത്റൂമിലേക്ക് വേറെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി. അപ്പോൾ ആൾ ഒരുങ്ങി തുടങ്ങണമല്ലോ, അതായത് കുറേ പരിപാടികളുണ്ട് ആൾക്ക്. അപ്പം ഞാൻ വേഗം ഇത് നമ്മുടെ കുര്യച്ചൻ്റെ വെള്ളിയാഴ്ച ഞാൻ കൊച്ചിയിൽ പോയിപ്പോൾ കണ്ടില്ലേ, ഇതാണ് മൂപ്പരുടെ ബെഡ്റൂമിലത്തെ ഒരു ഓൾട്ടർ എന്ന് പറയണത്. അപ്പോൾ എല്ലാ ഭാഗവും ഞാൻ പറഞ്ഞില്ലേ ഒതുക്കി ഓരോ ഭാഗവും ആൾ ക്ലിയർ ആക്കിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഞാൻ അധിക ഭാഗം വന്നാലും അവിടെ ഉമ്മർത്തിരുന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെ പോവാറാ പതിവ് കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്നകത്ത് കയറാം, പ്രത്യേകിച്ച് ചേച്ചി അവിടെ ഇരിക്കുകയല്ലോ. അപ്പോൾ ഇതെൻ്റെ മൂത്ത ചേച്ചി. അപ്പം ഞാൻ പറയാറില്ലേ, എവിടെ എന്തുണ്ടെങ്കിലും മൂത്ത ചേച്ചിക്കുള്ള സ്ഥാനം എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ വലിയൊരു സ്ഥാനമാണ്. അപ്പച്ചനും അമ്മച്ചിയും ചേച്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേ സ്ഥാനമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ദിവസങ്ങളൊക്കെ ശരിക്കും ഞങ്ങൾ മിസ് ചെയ്യണത് ചേച്ചീനെയാണ്. കാരണം ചേച്ചിയാണ് ഒരു എന്താ പറയുക നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചിരിക്കേണ്ട കൊടുത്ത് ഉറക്കെ ചിരിക്കുക, ഓരോ കാര്യങ്ങൾ പറയുക, ബഹളം വയ്ക്കുക, എല്ലാം കൊണ്ടും ഭയങ്കര ഒരു ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ പക്ഷേ ഇപ്പം നമ്മളുടെ കൂടെ ഇല്ല. അപ്പം അങ്ങനെ ഓരോ ഭാഗത്ത് ചെടികൾ, അപ്പോൾ ചില ചെടികൾ ചേച്ചി പറയായിരുന്നു ചീഞ്ഞു പോയി, അങ്ങനെയായി ഇങ്ങനെയായി. അപ്പോൾ ആൾക്കത് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, അടുത്തത് ചെയ്യാം. അപ്പോൾ ഈ സ്വിച്ച് ബോർഡിൻ്റെ ചുറ്റും കണ്ടു നിങ്ങൾ. അപ്പോൾ നമ്മൾക്കും വീടുകളിൽ ചെയ്യാവുന്ന ഒരു കാര്യം കേട്ടോ. ഞാൻ ചേച്ചിയുടെ അവിടെ നിന്ന് കൊണ്ടുവന്നുണ്ട്. പക്ഷേ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഓൺലൈനിൽ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ആഷാണ് കിട്ടിയത്. അപ്പോൾ ആഷ് കളറാകുമ്പോൾ ഇത് ഭംഗി ഉണ്ടാവില്ല സ്വിച്ച് ബോർഡിൻ്റെ ചുറ്റും. അപ്പോൾ നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ താഴ്ത്തും അതിൻ്റെ മുകളിലും വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ നിങ്ങളുടെ വീടുകളുടെ സ്വിച്ച് ബോർഡിൻ്റെ അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം അവിടെയൊക്കെ ഒരു കറുത്ത കളർ എക്സ്ട്രാ നിൽക്കുന്നുണ്ടാവും. കാരണം നമ്മളെങ്ങനെ വന്നാലും സ്വിച്ച് ഇടുമ്പോൾ നമ്മുടെ കയ്യിൻ്റെ പാട് വന്ന് അവിടെ വേറൊരു കളറാവും. അപ്പോൾ അതിന് വേണ്ടി മൂപ്പര് കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ഈ സ്റ്റിക്കർ വാങ്ങി അതിൻ്റെ ചുറ്റും ഒട്ടിക്കുക, അതുപോലെ തന്നെ ഡിസൈനുള്ള സ്റ്റിക്കർ ഒട്ടിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ള കുറേ സംഭവങ്ങൾ ഇതിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കുഞ്ഞു സാധനങ്ങൾ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹരാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടായിരുന്ന പട്ടികളാണ് ലാനി, സിംബ, ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ, ഞാൻ പേരൊക്കെ മറന്നു കേട്ടോ. 3 പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ. ലാനി, സിംബയും ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഉണ്ടായിരുന്നു. എനിക്ക് അവൻ്റെ പേര് എൻ്റെ മനസ്സിൽ നിന്ന് പോയി, ഓർമ്മ വരുമ്പോൾ പറയാം കേട്ടോ. അങ്ങനെ ചേച്ചി റെഡിയായി വന്ന് ഇരുന്നു. അപ്പോഴേക്കും ഡാഡി എത്തി. അപ്പോൾ ചാക്കോച്ചൻ്റെ ഡാൻസും കാര്യങ്ങളായിട്ട് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനും ഡാഡിയും കൂടി ഒന്നിച്ചാണ് കഴിച്ചത്. അപ്പോൾ ഇഡലിയും സാമ്പാറും ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. പാലക്കാട് നല്ല പച്ചമുളകും ഉള്ളിയും കൂടി അരച്ചുള്ള നല്ല ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചേച്ചി രാവിലെ മാറ്റൊക്കെ മാറുകയാണ്. അപ്പോൾ നമ്മൾ സ്വതവേ ഉള്ളതാണ്, തൃശ്ശൂർക്കാർക്കാണ് മെയിനായിട്ട് ഈ പെരുന്നാൾ വരുമ്പോൾ നമ്മൾ മാറ്റ് മാറുക, പിന്നെ കർട്ടൻ മാറിയിടുക, ബെഡ്ഷീറ്റുകൾ മാറിയിടുക, അങ്ങനെയുള്ള കുറേ പണികളുണ്ട്. അപ്പോൾ എൻ്റെ മൂത്ത ചേച്ചിക്കായിരുന്നു അതിൻ്റെ മെയിൻ പരിപാടി ഇട്ടാൽ ലൂർദ് പള്ളി പെരുന്നാളാണ്. പെരുന്നാളെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു വർഷത്തെ കർട്ടനാവില്ല അടുത്ത പ്രാവശ്യം ഇടുക. അതുപോലെ 3-4 ദിവസത്തെ ഡ്രസ്സുകൾ, അങ്ങനെ ഒരു വലിയൊരു ആഘോഷം തന്നെയാണ് കേട്ടോ പെരുന്നാൾ. തൃശ്ശൂർക്കാർക്ക് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പള്ളിപ്പെരുന്നാൾ എന്ന് പറഞ്ഞാൽ വലിയൊരു ആഘോഷമാണ്. ശനിയാഴ്ച ഉച്ചയോട് കൂടിയിട്ട് തുടങ്ങും ആഘോഷങ്ങളുടെ ഒരു തിരക്ക്. ഇപ്പം പിന്നെ കാറ്ററിങ് ആയതുകൊണ്ട് പിന്നെ അങ്ങനെയില്ല. പക്ഷെ നമ്മളും അടുത്ത ഞായറാഴ്ച നമ്മുടെ പെരുന്നാളായതുകൊണ്ട് ശനിയാഴ്ചയാണ് നമ്മളും ആഘോഷിക്കാമെന്ന് വിചാരിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ശനിയാഴ്ച അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞായറാഴ്ച ഫ്രീ ആയിട്ട് എന്താ പറയുക സ്വസ്ഥമായിട്ട് പള്ളിയിലേക്ക് പോവുകയൊക്കെ ചെയ്യാം. എല്ലാവരും അന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മുടെ പിള്ളേരുകൾ ഡിവൈനും ഡോണും തോമും കൂടി എത്തി. അപ്പോൾ അവർക്ക് ഉള്ള മറ്റേ ഇഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി. പക്ഷേ ഇവർ കഴിച്ചിട്ടാണ് വന്നത്. എന്നാലും പറഞ്ഞപ്പോൾ അവരും ഫുഡ് കഴിച്ചു കേട്ടോ.
അത് കഴിഞ്ഞ് ഡോണും പോൾസം പേപ്പനും കൂടിയിട്ട് കുട്ടികളും കൂടിയിട്ട് പുറത്ത് പോയി. അപ്പോൾ ഇത് ഇവിടെ ഡയോൺ കൊടുത്തയച്ചിട്ടുണ്ട് സോളാറിൻ്റെ ലൈറ്റ്. നാളെ റോസ കാണിച്ചിട്ടുണ്ടായിരുന്നു, കത്തിയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ അത് പറ്റിയില്ല. അങ്ങനെ എന്താ പറയുക, ഇത് എനിക്ക് തോന്നുന്നു ഈ ഭാഗങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് കയറുമ്പോഴാണ് എടുത്തത്. ഇതാണ് ബെന്യൂട്ടൻ, അതായത് ബെഞ്ചമിൻ എന്നാണ് അവൻ്റെ പേര്. ബെഞ്ചമിൻ പോൾ എന്നാണ് തോന്നുന്നുണ്ട് അവൻ്റെ ഫുൾ നെയിം. ഡയോണിന് ഉള്ള ഒറ്റ മോനാണ് കേട്ടോ അവൻ. അപ്പോൾ ഇത് നമ്മുടെ പണ്ടത്തെ മുണ്ടുംപെട്ടി, പറ, പിന്നെ അതേ ആഭരണപ്പെട്ടി, പിന്നെ നമ്മളുടെ ഈ ആനക്കുട്ടിയുണ്ട്. ഈ ആനക്കുട്ടിക്ക് 2 പ്ലാസ്റ്റിക്കിൻ്റെ തുമ്പിക്കൈ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ആനയ്ക്ക് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ തൊട്ട് ഈ ആന എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ആനേനെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല, ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ മുകളിലും താഴത്തും ചേച്ചി ഒട്ടിച്ച സ്റ്റിക്കറാണ്. അത് കോണിയിൽ അവിടെ ആയതുകൊണ്ട് അതാണ് ചേച്ചി ഒട്ടിച്ചേക്കണേന്ന് തോന്നുന്നുണ്ട്. എപ്പോഴും പെരുമാറിനോടത്താണ് മറ്റേത് ഒട്ടിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ മുകളിൽ 2 ബെഡ്റൂമാണ്. ഞാൻ അങ്ങോട്ട് കയറണില്ല, കാരണം ഞാൻ മുകളിലേക്ക് അങ്ങനെ അധികം കയറാറില്ല. എനിക്ക് തോന്നുന്നു ഡയോൻ്റെ കല്യാണത്തിൻ്റെ അന്നോ എന്തോ ഒരു ദിവസം അങ്ങോട്ട് ഞാൻ അവിടെ കയറിയിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് സ്വതവേ ചെന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മടിയാണ്. ഞാൻ പോയി അവിടെ ഇരിക്കുന്നിടത്തുനിന്ന് ഇരുന്ന് വർത്താനം പറഞ്ഞാൽ അവിടെ നിന്ന് എണീറ്റ് പോരും. ഇതാണ് ഞാൻ പറഞ്ഞ ആനക്കുട്ടന്മാർ കേട്ടോ. 2 ആനകൾ. ഇത് എന്നേക്കാൾ പ്രായം ഉണ്ടാവും ഈ ആനയ്ക്ക്. 2 ഇങ്ങനെ ഇതിൻ്റെ അവിടെ 2 ഓട്ടേൻ്റെ അവിടെ വെള്ള 2 കൊമ്പുണ്ടായിരുന്നു. അതിങ്ങനെ ഊരി വെക്കണതായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ പ്രായമുണ്ട്, എന്നേക്കാൾ പ്രായം കൂടുള്ളൂ. കാരണം എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ തൊട്ട് ഈ ആനക്കുട്ടന്മാർ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പച്ചൻ ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഷോക്കേസിൽ ഒരുവിധം കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഓരോരുത്തർക്ക് കൊടുത്തു പോയെന്ന് തോന്നുന്നുണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങൾ നമ്മുടെ അൽമാരിയിൽ എനിക്കൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പച്ചൻ കൊണ്ടുവന്നിട്ടുള്ള നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ അറിയാം. ഇത് ശരിക്കും പറഞ്ഞാൽ AC-യുടെ കവറാണ് ചേച്ചി. അത് ഇങ്ങനെ കിച്ചണിലുള്ള മാതാവിന് വേണ്ടിയിട്ട് വെച്ചേക്കണതാണ് കേട്ടോ. അങ്ങനെ ഇവിടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് തോമും ഡിവൈനും പോൾസം പേപ്പനും ഒക്കെ ഓരോ കാര്യങ്ങൾ ചർച്ചയാണ്. അടുത്ത ആഴ്ച പിന്നെ നമ്മുടെ വീട്ടിലും പെരുന്നാളല്ല, അപ്പോൾ അതിൻ്റെ ഒരു ചർച്ചയും കൂടി ഉണ്ട്. ഇനി എന്ത് വേണം ഏത് വേണമെന്ന്. അങ്ങനെ പോൾസം പേപ്പർ പോയിട്ട് കട്ട്ലേറ്റ് കൊണ്ടുവന്നു. അപ്പോൾ തോമു ശരിക്കും നമ്മുടെ വീട്ടിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴൊന്നും കഴിക്കാറില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ കട്ട്ലേറ്റ് എന്ന് പറഞ്ഞപ്പോൾ കുട്ടി എന്തായിരിക്കും ആ ബോക്സിൽ. അപ്പോൾ അവൻ ഐസ്ക്രീം ചോദിച്ചപ്പോൾ ഐസ്ക്രീം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ വിചാരം ഇത് ഐസ്ക്രീമാണ്, അവനെ പറ്റിക്കണതാണെന്ന് വിചാരിച്ചിട്ട് അവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലെ കട്ട്ലേറ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ബോക്സ് കേക്കിൻ്റെ ബോക്സാണല്ലോ, തുറന്ന് കട്ട്ലേറ്റാന്ന് കണ്ടപ്പോൾ അവൻ പറഞ്ഞു എനിക്കിത് വേണ്ട, എനിക്ക് വേണ്ടത് കേക്കാണ്, ഐസ്ക്രീമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തൽക്കാലം കൊടുത്തില്ല, രാവിലെ ഒരു സിപ്പപ്പ് കൊടുത്തതല്ലേ, അപ്പോൾ പിന്നെ അത് കൊടുക്കാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വർത്താനം പറഞ്ഞിരിക്കും. മേശ ഒന്നും ഇങ്ങോട്ട് നീക്കിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേച്ചി എങ്ങനെയാണെന്ന് വെച്ചാൽ 4 ചെയർ വേറെ ചെയറായിരുന്നു. ആ ചെയർ മൊത്തം മാറ്റി 4 ചെയറാക്കി വെച്ചേക്കാം, ബാക്കിയൊക്കെ മുകളിലോണ്ടിട്ടേക്കാം. അപ്പോൾ ഇവർക്ക് ഉള്ളത് മാത്രം ഈ കസേര അറിയാലോ നിങ്ങൾക്ക്, മേശയുടെ അടിയിൽ എടുക്കുമ്പോൾ ആ ഉപയോഗിക്കാത്ത ഭാഗത്ത് മുഴുവൻ പൊടിയും കാര്യങ്ങളാവും. അപ്പോൾ ചേച്ചി അത് മാറ്റിയിട്ടേക്കാം. അപ്പോൾ ഒരേ ഭാഗം ഡിവൈൻ അതൊന്ന് ഒതുക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ആ ഫ്യൂസ് പോയില്ലേ, ആ ഫ്യൂസ് പോയെന്ന് കുറച്ചൊന്ന് ബെറ്ററായിട്ടുള്ള ഉഷാറായിട്ടില്ല അങ്ങോട്ട് മുഴുവനായിട്ട്, ഇടയ്ക്ക് ഉണ്ടത്. അപ്പോൾ ചില സമയത്ത് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പ്രഷർ ലോ ആവണതാണ്. അത് സാരമില്ല. അപ്പം നമ്മളിപ്പോൾ എപ്പോഴും അപ്പോൾ ഞാൻ നാളെ ഒരിക്കൽ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ അപ്പം ഞാൻ ചെക്ക് ചെയ്യും. ലോ പ്രഷറാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ, വളരെ നിസ്സാരമായിട്ടാണ്. അപ്പം ഞാൻ വല്ല ഉപ്പിലിട്ടതാ എന്തെങ്കിലും കഴിക്കും. ഇനി പ്രഷർ കൂടുതലാണെങ്കിൽ അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ അധികം വരാറില്ല, കാരണം ഞാൻ 2 നേരം ഗുളിക കഴിക്കണതാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, എല്ലാം കഴിഞ്ഞ് വന്ന് ഇരിപ്പാണ് കേട്ടോ. അപ്പോൾ വസന്തേച്ചി നമ്മുടെ പുതിയൊരു നൈറ്റിയൊക്കെ ഇട്ടിട്ട് വന്നേക്കണം. അപ്പോൾ ഞാൻ പറയായിരുന്നു പെരുന്നാൾ നൈറ്റി ആണല്ലേ എന്ന് ചോദിക്കായിരുന്നു. അപ്പോൾ ഡിവൈനും അക്കി ഇവിടെ കാര്യമായിട്ടുള്ള ചർച്ചയിലാണ്. കാരണം ഫോൺ പുതിയത് ഡയോൺ കൊടുത്തയച്ചപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളും കാര്യങ്ങൾ മാറ്റി കൊടുക്കലൊക്കെയാണ് ഡിവൈൻ്റെ മെയിൻ പണി. അപ്പോൾ ഇതിനാണ് ഞങ്ങൾ നേരത്തെ വന്നത് കേട്ടോ. സാധാരണ ഈ ജോലി ഇപ്പോൾ റോസ കാണുമ്പോൾ വിചാരിക്കുന്നു, പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ പണ്ട് തൊട്ടേ ഒന്നെങ്കിൽ വലിച്ചേച്ചി എന്ന് പറഞ്ഞാൽ മൂത്ത ചേച്ചി, ഞാൻ വലിച്ചേച്ചി കുഞ്ചേച്ചി എന്ന് വിളിക്കുക. അപ്പോൾ ചേച്ചിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ചെയ്യുന്ന ആൾ റോസയായിരുന്നു. റോസ കഴിഞ്ഞാൽ പിന്നെ ഡിംപിളായിരുന്നു. ഇപ്പോൾ ഡിംപിളില്ലാത്തതിൻ്റെ പേരിൽ ആ കാര്യം ഡിവൈൻ ഏറ്റെടുത്തു. അങ്ങനെ ഞങ്ങൾ ഫുഡ് വിളമ്പി. അപ്പോൾ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ, എല്ലാവർക്കും ഈ TV കാണാനോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് വഴി കാണാനോ ഇഷ്ടമില്ല.
അപ്പോൾ അവരത് തുറന്നു പറഞ്ഞു, ഞങ്ങൾക്ക് താല്പര്യമില്ല, എന്തോ ഒരു ഇഷ്ടക്കേട് പോലെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതിനു വേണ്ടി മെനക്കെട്ടില്ല. കാരണം നമ്മൾ ഓരോരുത്തരുടെയും പ്രൈവസി നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അവർ പോകുന്നത് വരെ അവരുടേതായ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ആരാണെന്ന് പോലും ഞാൻ പറയുന്നില്ല. പിന്നെ ആരാണെന്ന് പറഞ്ഞിട്ട് ഇനി അതും ഒരു പ്രശ്നം വേണ്ട. അങ്ങനെ അവർ വന്ന ഗസ്റ്റ് ഇതാ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കൊണ്ടുവന്നത് സൽക്കാരേന്നാണ് കേട്ടോ. നമ്മൾക്ക് ഫുഡ് സൽക്കാരേന്നായിരുന്നു. നല്ല ഫുഡായിരുന്നു. മീൻകറിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. മീൻകറി, പിന്നെ പോർക്ക്, പിന്നെ എന്തുട്ടായിരുന്നു, കോഴി, പിന്നെ സാലഡ്, പിന്നെ അച്ചാറൊക്കെ സൂപ്പർ അച്ചാറായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കാളനാണെന്ന് വിചാരിച്ചത്, പക്ഷേ കാളനല്ല, പൈനാപ്പിൾ കറിയായിരുന്നു. അങ്ങനെ അവർ വന്നവർ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച, ചേച്ചിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. രണ്ട് പേരും കൊണ്ടുവന്നത് 2 രൂപങ്ങളാണ്. ഒന്ന് ഔസേപ്പിതാവിൻ്റെയും ഒന്ന് വേളാങ്കണ്ണി മാതാവിൻ്റെയും. ഇവിടെ ഓൾറെഡി കുറേ രൂപങ്ങളുണ്ട്, എന്നാലും ഗിഫ്റ്റ് കിട്ടിയതല്ലേ. അപ്പോൾ ചേച്ചി പറഞ്ഞു അത് മുകളിൽ ബെഡ്റൂമിലെങ്ങാനും ഭംഗിയിൽ വെക്കാം. അപ്പോൾ ഇത് ഔസേപ്പിതാവിനെ കണ്ടപ്പോൾ എനിക്ക് പാവർട്ടി പള്ളിയിലെ ഔസേപ്പിതാവിൻ്റെ രൂപമാണ് കേട്ടോ അത്. വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം എന്തോ ഭയങ്കര വ്യത്യാസമുള്ള ഒരു രൂപമായിട്ട് എനിക്ക് തോന്നിയിട്ടോ. നിങ്ങൾക്കും കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ സാധാരണ കാണുന്ന ഒരു രൂപമല്ല. പിന്നെ ചേച്ചിയുടെ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നടയിൽ ശ്രദ്ധിച്ചാൽ, കാരണം നമ്മുടെ സാധാരണ വീടുകളിലുള്ള രൂപങ്ങളല്ല ചേച്ചിയുടെ നടയിലുള്ളത് കേട്ടോ. ഞാൻ ലാസ്റ്റ് എടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇതാണ് ഞാൻ പറഞ്ഞ വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കാണുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്തൊക്കെയോ ഒരു പ്രത്യേകതയുള്ള ഒരു രൂപം പോലെ, ഒന്ന് ഭയങ്കര ഒതുക്കത്തിലുള്ള എന്തോ ഒരു വ്യത്യാസം രൂപത്തിൽ. അങ്ങനെ മാതാവിനെയും ഔസേപ്പിതാവിനെയും ചേച്ചിക്ക് ഒന്നിച്ച് കിട്ടി ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കേട്ടോ. ഭയങ്കര സന്തോഷമായി ആൾക്ക് നല്ല, നമുക്കൊക്കെ അങ്ങനെയാണല്ലോ, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ. എൻ്റെ ബർത്ത്ഡേ നാളെയാണ് കേട്ടോ, ഞാനത് പറയാം, വിവരങ്ങൾ പറയാം. അങ്ങനെ അതേ പേപ്പരും മോനും കൂടിയിട്ടുള്ള കളിയാണ്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഇവൻ ഇവിടുത്തെ ആരോപണമായിട്ടാണ് എന്താ പറയുക വലുതായി വരുന്നത്. ഇവിടുത്തെ എല്ലാ വർത്താനങ്ങളും, ഇവിടെ കാണിക്കുന്നതായ എല്ലാ കുസൃതികളെയും അവനിവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ്റേതായ സൗകര്യത്തിന് ഇവരൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇറക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യവും ഒക്കെ വരുന്നത്. കാരണം ഇവിടെ ഇതൊക്കെയാണ് പണി, ഓരോന്നിൻ്റെ കുന്തത്തിൻ്റെ മുകളിൽ കയറലും പിന്നെ ഓരോ കളികൾ കളിക്കലും ഒക്കെയാണ്. അപ്പോൾ പോൾസൺ പേപ്പരെന്ന് പറഞ്ഞാൽ അവനെന്ന് പറഞ്ഞാൽ പോൾസൺ പേപ്പരും ജീവനാട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഇങ്ങനെ ഓരോ വർത്തമാനങ്ങൾ, വേറെ പണികളൊന്നുമില്ലല്ലോ, ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുവരാൻ ഇലയായിരുന്നു. അപ്പം പിന്നെ പാത്രങ്ങളും കഴുകണ്ട. അങ്ങനെ ഇരുന്ന് ഇപ്പം ഞാനായാലും ചെയ്യാൻ പോണത് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. സാധാരണ യൂദാശ്ലീഹയുടെ രൂപം എവിടെയും അങ്ങനെ രൂപം ആയിട്ട് കാണാറില്ല. അതുപോലെ തന്നെ മറ്റേ വല്ലാർപാടത്തമ്മ, അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പാത്രങ്ങൾ കൈയോടെ, ഡോൺ പറഞ്ഞു പാത്രങ്ങൾ കൈയോടെ പെപ്പ കൊണ്ടു കൊടുക്കുക, പിന്നേക്ക് വെക്കണ്ട, പെപ്പം ഒറ്റയ്ക്ക് പോയി കൊണ്ടു കൊടുക്കണ്ടേ, പോകാമെന്ന് പറഞ്ഞപ്പോൾ 3 പേരും. അപ്പോൾ ഡാഡി ഇതിൻ്റെ ഇടയിലൊന്ന് വീട്ടിൽ പോയിട്ടോ കിടന്നുറങ്ങാനായിട്ട്. ഡാഡിക്ക് എപ്പോഴും ഉച്ചയ്ക്ക് കുറച്ച് നേരം ഒന്ന് കിടന്ന് ശീലിച്ച കാരണം ഇവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങണേക്കാളും നല്ലതല്ലേ എന്നിട്ട്. അപ്പോൾ ജോർജേട്ടൻ മുകളിൽ പോയി കിടന്നു, പോൾച്ചേട്ടൻ സാധാരണ പോലെ തന്നെ ഇരുന്നുറങ്ങി, ഞാനൊരു സെറ്റിമ കിടന്നു. അങ്ങനെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കിടന്നു. ഡിവൈൻ ബെഡ്റൂമിലൊന്ന് പോയി കിടന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡാഡിയും വലിയ ഡാഡിയും പോൾസൺ പേപ്പറും ഡോണും കൂടി പിള്ളേരെയും കൊണ്ട് പുറത്തേക്ക് പോയി പാത്രങ്ങളൊക്കെ കൊടുത്തിട്ട് സമാധാനത്തിൽ വരാമെന്ന് പറഞ്ഞിട്ട് അവർ പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നോക്കുമ്പോൾ അക്കി ഇതാ വീൽ ചെയറുമെന്ന്. ഈ സമയമാകുമ്പോൾ സന്ധ്യ നേരമാകുമ്പോൾ പതുക്കെ പോയിട്ട് സിറ്റ് ഔട്ടിൽ പോയിട്ട് ഇരിക്കും. ഇത് കാണുമ്പോഴാണ് നമ്മുടെ ചാക്കോച്ചൻ പറയുക, അക്കി എങ്ങനെയാണ് നടക്കാമെന്ന് ചോദിച്ചാൽ അവൻ അങ്ങനെ കാണിച്ചു തരും നടക്കണത് കേട്ടോ. സംഭവം ഒരു വശത്ത് കാണുമ്പോൾ നമുക്ക് സങ്കടമാണെങ്കിലും രണ്ടാമത് നമ്മൾ ആലോചിക്കും അവൻ എത്രയും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ചേച്ചി എപ്പോഴും പറയും അവൻ വളരെ സങ്കടത്തിൽ അത്രയും നോക്കുക ചേച്ചി, ഇങ്ങനെ കൈകുത്തി ഇറങ്ങിയിട്ട് പോയിട്ട് ഇരിക്കുമ്പോൾ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ വർത്താനം പറയലും നമ്മൾക്ക് അറിയാലോ, തല നോക്കലും എടുക്കലൊക്കെ ആയിട്ട് ഇവർ പരിചയപ്പെടുത്താം. അപ്പം ഞാൻ പതുക്കെ എണീറ്റ് അപ്പോൾ എന്താ വേഗം ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചായ, അത് പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ, ഉണ്ണിയപ്പം, നമ്മുടെ ആപ്പിളിലത്തെ ഉണ്ണിയപ്പം 4 രൂപ എന്നാണ് പറയുക. എന്ത് ടേസ്റ്റ് എന്നാ പറയുക, ഭയങ്കര ടേസ്റ്റുള്ള ഉണ്ണിയപ്പം കേട്ടോ. കട്ട്ലറ്റും അവിടുത്തെ തന്നെയായിരുന്നു. ഉണ്ണിയപ്പവും വട്ടയപ്പം ജോർജേട്ടൻ വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെ പരിപാടികൾ കഴിഞ്ഞപ്പോൾ അടുക്കള ക്ലീനായി, നമ്മൾ ചെയ്യണ പോലെ തന്നെയാണ്. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഉച്ചലത്തെ കഴിഞ്ഞാൽ പാദ്യമ്പറം ക്ലീനാക്കും, വൈകുന്നേരത്തെ കഴിഞ്ഞാൽ അവിടെ ക്ലീനാക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ രാത്രി നമ്മൾ വിചാരിച്ചു നേരത്തോടെ ഭക്ഷണം കഴിച്ചിറങ്ങാം. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴും പ്രഷർ നോക്കിയപ്പോൾ വളരെ കുറവ്, അതായത് വളരെ കുറച്ച് കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് രാവിലെ ഗുളിക കഴിച്ചില്ല, ഇന്നലെ രാത്രി ഓൾറെഡി പ്രഷർ കുറഞ്ഞതാണ്. അപ്പോൾ പിന്നെ
ഗുളിക കഴിച്ചിട്ട് ഒന്നും കൂടി ആവണ്ട വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു കുഞ്ഞ് വേരിയേഷൻ, അല്ലാണ്ട് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ രാത്രിയിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഭക്ഷണം ബാക്കിയുണ്ടായിരുന്നു. അതായത് രാത്രിയിലേക്ക് ബാക്കിയുണ്ടായിരുന്നതിന് കുറേശ്ശെ ഞങ്ങൾ കൈപ്പിടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ രൂപങ്ങൾ നോക്കി: ക്രിസ്തുരാജൻ, ഔസേപ്പിതാവ്, മാതാവ്, യൂദാശ്ലീഹ, പിന്നെ ആരെയാണ് കണ്ടപ്പോൾ ഞാൻ മറ്റേ വെള്ളാർപ്പാടത്തമ്മ. അങ്ങനെ ഇത് സ്റ്റിക്കറാട്ടോ, ബാക്കിലുള്ളത് സ്റ്റിക്കറാണ്. പെട്ടെന്ന് കണ്ടാൽ തോന്നും വർക്കാന്ന്. ഇതൊക്കെ സ്റ്റിക്കറാണ്. അപ്പോൾ അങ്ങനെ ചേച്ചിയുടെ വീട് ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് കഴിഞ്ഞ കൊല്ലം എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ കൊല്ലമല്ല, ഈ കൊല്ലമല്ലേ വന്നുള്ളൂ. സെപ്റ്റംബർ 8 ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. ഞാൻ പെട്ടെന്ന് കഴിഞ്ഞ വർഷത്തെ പെരുന്നാളാണ് ഓർത്തത്. അപ്പോൾ അങ്ങനെ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങളെ യാത്രയാക്കാൻ നിൽക്കുകയാണ് കേട്ടോ, ജോർജ് ഏട്ടനും. അപ്പോൾ ഡാഡിയുടെ കൂടെ തോമു പോയി സ്കൂട്ടറിൽ. അവന് ഭയങ്കര ഇഷ്ടം അപ്പോൾ സ്കൂട്ടറിൽ പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് എത്തി. അവിടെ വീട്ടിലെത്തുമ്പോൾ എനിക്ക് തോന്നുന്നു വല്ല 8-9 മണിയൊക്കെ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പിള്ളേർസിനെയും കൊണ്ട് ഡോൺ പോയി. അപ്പോൾ അത് കഴിഞ്ഞ് പതുക്കെ ഡിവൈനിങ് കയറി. കാരണം പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ അതാത് കണ്ടെയ്നറിൽ നേരെ ഞാൻ കിടക്കുന്ന സമയത്ത് ഇറക്കി ഫ്രിഡ്ജിൽ വെച്ചത്. കാരണം ചോറൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ തോമും പോയി. അപ്പോൾ ഡിവൈൻ പാലും കുപ്പിയും സംഭവമൊക്കെ കഴുകാനായിട്ട് താഴ്ത്തുന്നു. അപ്പോൾ തോമുനെ ഞാൻ മുകളിലേക്ക് കയറ്റി വിട്ടതാട്ടോ. ഡോണിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ വെച്ചിട്ട് നാളെ സ്കൂളിൽ പോകേണ്ടതല്ലേ. അപ്പോൾ ഒരു പാർസൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളെ കാണാണ്ടായപ്പോൾ ഗേറ്റിൻ്റെ ഇപ്പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് പോയേക്കാം കുട്ടി. മറ്റേ ലിക്വിഡ് ഡിറ്റർജൻറ്റാണ്. ഞാൻ പറഞ്ഞില്ല ഇപ്പം അങ്ങനെയാണ് ഞാൻ വാങ്ങിക്കാറുണ്ടെന്ന്. അപ്പം അങ്ങനെ ഞാൻ എല്ലാ പരിപാടികളും കഴിഞ്ഞ് വെള്ളമൊക്കെ വെച്ച് അങ്ങോട്ട് കിടന്നപ്പോഴാണ് നമ്മുടെ ഡിവൈൻ താഴേക്ക് ഇറങ്ങി വന്നത്. 11:35 കണ്ടു, 11:40. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വേണമെന്ന് വെച്ച് എടുത്ത സമയവും കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എടുക്കാറുണ്ടെന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഡിവൈൻ താഴ്ത്ത് വന്നിട്ട് കിടന്ന് പരുതുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കേണ്ട ഈ കുട്ടി ഒന്ന് പോയി കിടന്നുറങ്ങിയെങ്കിൽ എനിക്കും കിടക്കാറുന്നല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഡിവൈൻ ടി വിയിൽ നിന്നിട്ട് എന്തൊക്കെയോ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കേണ്ടത് എന്തിട്ടാണ് ഡിവൈന് ടി വിയിൽ. പറഞ്ഞു ഒരു സിനിമയുടെ ഇതെടുത്തതാണ് മുകളിൽ ടി വിയിൽ, അത് ശരിയാവണില്ല, അപ്പോൾ ഇതിലൊന്നും ആവണ്ടോ നോക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിക്കേണ്ടത് ഈ സമയത്താണോ ഡിവൈൻ സിനിമ കാണാൻ പോകുന്നത്, സമയം ഒരുവിധം ആയില്ലേ എന്ന് വിചാരിച്ചു. ചോദിച്ചില്ല. ഞാൻ ചോദിക്കുമ്പോൾ ഇനി വിഷമാവണ്ട, ഒരു സിനിമ കാണുകയാണെങ്കിൽ കണ്ടോട്ടെ എന്ന് വെച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ചായ വെച്ചിട്ടാവാ വെച്ചിട്ട് നമ്മുടെ ചെമ്പരത്തിയുടെ ഹിബിസ്കസ്, ഞാൻ ഡിവൈനോട് ഒരു വായ കൊള്ളാത്ത പേരാ, വെറും ചെമ്പരത്തിയാണ് സംഭവം. അതിൻ്റെ ഒരു ചെറിയ കട്ടൻ ചായ വെറുതെ വെച്ചു. അപ്പോൾ ഞാനും അപ്പോഴേക്കും ഡാഡി കിടന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാളും ഇത് കുടിച്ചിട്ട് ഞാനിങ്ങനെ കുളിയൊക്കെ നല്ല തിളച്ച വെള്ളം ഉണ്ടായിരുന്നു. ഇന്ന് സോളാർ എന്തോ കരിഞ്ഞു, നല്ല തിളച്ച വെള്ളം. അപ്പോൾ ഞാനതെല്ലാം കഴിഞ്ഞ് ചായയും വെച്ചിട്ട് ഞാൻ വിചാരിക്കുക ഈ കുട്ടിക്ക് കിടന്നുകൂടെ, എന്നാൽ പിന്നെ എനിക്കും കൂടി കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ സംഭവം ഞാനത് വിട്ടു മനസ്സിൽ നിന്ന്. കാരണം 12 മണിയാവാൻ കാത്തിരിക്കുകയായിരുന്നു ഡിവൈൻ. അപ്പം ഞാൻ ഇതൊക്കെ എടുത്തു കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഡിവൈൻ പോയി കഴിയുമ്പോഴാണ് ഞാൻ സാധാരണ വോയിസ് ഓവർ കൊടുക്കുക. അത് ഡിവൈൻ അറിയുകയും ചെയ്യുക. അപ്പോൾ ഡിവൈൻ എന്താ ഈ പോവാത്തതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് മൂപ്പര് എന്നോട് പറഞ്ഞത്, മമ്മി ഞാൻ പോയിട്ട് വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ, ഞാൻ ഒരൊറ്റ മിനിറ്റ് എനിക്ക് ഒരു സാധനം കൂടി നോക്കാണ്ടെന്ന് പറഞ്ഞു. ഓ എന്നാൽ ശരി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഡിവൈൻ എനിക്ക് ഒരു വീഡിയോ തന്നത്. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ തന്നു കറക്റ്റ് 12 മണിക്ക്. അപ്പം ഞാൻ സത്യത്തിൽ വീഡിയോ ഇതെന്താണ് ഇതെന്ന് വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ എന്താ പറയുക, എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം ഡിവൈൻ, ഞാൻ ആദ്യം വിചാരിച്ചു ഡിവൈൻ വിഷ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ കുട്ടികളുടെ വീഡിയോ ആയിരിക്കും. പക്ഷേ എന്നെ ഞെട്ടിച്ചു കൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അത് കേട്ടോ. അപ്പോൾ അത് എനിക്ക് എന്താ പറയുക, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. കാരണം 1 മണിക്കൂർ എനിക്ക് എന്തോ മനസ്സിൽ ഭയങ്കര ശരിക്കും കരഞ്ഞുപോയി ഞാൻ. അപ്പോൾ അതെന്താണ് വീഡിയോ, ഏതാണ് വീഡിയോ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവും. കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്, ചിരിക്കണതും കളിക്കണതും എല്ലാതും, സങ്കടവും സന്തോഷമൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇത് കൂടെ ഞാൻ ആ വീഡിയോ ആഡ് ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട് പ്ലീസ് വാച്ച് ടുഡേയ്സ് സെക്കൻഡ് വീഡിയോ അറ്റ് 9:30 എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കാണുക കേട്ടോ. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായവും കൂടി എനിക്ക് അറിയിക്കണം. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. ബൈ.